ഹായ് വെൽക്കം യു ഓൾ ഫോർ ദ നീറ്റ് പ്രിപ്പറേഷൻ ഇൻ ബോട്ടണി. ഇന്ന് നമ്മൾ ബോട്ടണിയിലെ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഒരു ഗംഭീരമായ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ നീറ്റ് പ്രിപ്പറേഷന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. എല്ലാവർക്കും എളുപ്പമുള്ളൊരു ഏരിയ ആണ്, പക്ഷേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങുമ്പം ഇത്തിരി ബുദ്ധിമുട്ടായി കൺഫ്യൂഷനായി തെറ്റിക്കുന്ന കുറച്ച് ഏരിയ ആണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് അഡാപ്റ്റേഷൻസ്. യഥാർത്ഥത്തിൽ നമ്മൾ തിയറി പാർട്ടിൽ കാര്യമായി പ്രിപ്പയർ ചെയ്യാത്ത, നിലവിൽ നമ്മുടെ പുതിയ NCERT നിന്നും ഒഴിവാക്കപ്പെട്ട ഒരു പാർട്ടാണ്. പക്ഷേ എൻട്രൻസ് എക്സാമിനേഷന് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അഡാപ്റ്റേഷൻസ് എന്താണ്, അഡാപ്റ്റേഷൻസ് ഏതെല്ലാം തരത്തിലുണ്ട് എന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നോക്കേണ്ടത് എന്താണ് അഡാപ്റ്റേഷൻസ്. അപ്പോൾ അഡാപ്റ്റേഷൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പം നമ്മൾ സാഹചര്യങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ചുറ്റുപാടുകളുമായിട്ട് എൻവയൺമെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സിനെയാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അത് ഫിസിക്കലായിട്ടാവാം, അനാറ്റമിക്കലായിട്ടാവാം, ഫിസിയോളജിക്കലായിട്ടാവാം, ഏത് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനെയും നമ്മൾ അഡാപ്റ്റേഷൻസ് എന്ന് വിളിക്കും. അപ്പം നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് ഏതൊക്കെ ടൈപ്പ് അഡാപ്റ്റേഷൻസ് ആണ് എന്നൊന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് ആദ്യം അഡാപ്റ്റേഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. സോ ഹിയർ കംസ് ദ ഡെഫിനിഷൻ ഓഫ് അഡാപ്റ്റേഷൻ. അഡാപ്റ്റേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പം നോക്കൂ, is the morphological അതേപോലെ ഫിസിയോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ ആട്രിബ്യൂട്ട്. അപ്പോൾ മോർഫോളജിക്കൽ ആയിട്ടുള്ളാവാം, അതേപോലെ തന്നെ ഫിസിയോളജിക്കൽ ശാരീരികമായിട്ടാവാം, ബിഹേവിയർ സ്വഭാവത്തിലെ ആട്രിബ്യൂട്ട് ആവാം, ദാറ്റ് എനേബിൾസ് ആൻ ഓർഗാനിസം ടു സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ് ഇൻ ഇറ്റ്സ് ഹാബിറ്റാറ്റ്. കണ്ടോ, അപ്പോൾ ആ ഒരു ഏരിയയിൽ സർവൈവ് ചെയ്യാനും അതേപോലെ തന്നെ അവിടെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി, ഇതാണ് യഥാർത്ഥത്തിൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം 3 തരത്തിൽ അഡാപ്റ്റേഷൻസ് വന്നു. ഏതൊക്കെ? ഫിസിയോളജിക്കലാവാം, മോർഫോളജിക്കലാവാം, അതേപോലെ തന്നെ ബിഹേവിയറലാവാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എക്സാമ്പിൾസ് ആണ്. അതായത് ഓരോ ഓർഗാനിസംസും അതിൻ്റെ ചുറ്റുപാടുകളുമായിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. സോ ലെറ്റ് us take an example of an animal which adjust to the surroundings. അപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന എക്സാമ്പിൾ നോർത്ത് അമേരിക്കൻ മരുഭൂമികളിൽ കാണപ്പെടുന്ന, ഒരിക്കലും വെള്ളം കുടിക്കാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഓർഗാനിസത്തിനെയാണ്. സോ ഹിയർ കംസ് ദ കങ്കാരു റാറ്റ്. കങ്കാരു പോലെ ചാടി നടക്കുന്ന, അതല്ലെങ്കിൽ അതിൻ്റെ സൈസുമായി ബന്ധമില്ലെങ്കിൽ കൂടിയും അതിൻ്റെ പോലത്തെ പൗച്ചും അതിൻ്റെ പോലത്തെ ശാരീരിക പ്രത്യേകതകളുമുള്ള ഒരു റാറ്റാണ് കങ്കാരു റാറ്റ്. അപ്പോൾ കങ്കാരു റാറ്റ് നോർത്ത് അമേരിക്കൻ ഡെസേർട്ടിലാണ് കാണാറ്. ഓക്കെ, ഇവരുടെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർ വെള്ളം കുടിക്കാറേയില്ല. അങ്ങനെയാണെങ്കിൽ ഈ കങ്കാരു റാറ്റ് ആർ അഡാപ്റ്റഡ് ടു ലിവ് ഇൻ നോർത്ത് അമേരിക്കൻ ഡെസേർട്സ്. നോക്കൂ, ഇറ്റ് ഒബ്റ്റെയിൻ വാട്ടർ ബൈ ഇന്റേർണൽ ഫാറ്റ് ഓക്സിഡേഷൻ. ഉള്ളിലുള്ള കൊഴുപ്പ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്കൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. എന്ത് പ്രത്യേകത? ഇവർക്ക് യൂറിൻ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, സോളിഡ് ആക്കി മാറ്റാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു കോൺസെൻട്രേറ്റ് ഇറ്റ്സ് യൂറിൻ സോ ദാറ്റ് മിനിമൽ വോളിയം ഓഫ് വാട്ടർ, കുറഞ്ഞ വെള്ളമേ ആവശ്യമുള്ളൂ, ഓക്കെ, ഈസ് യൂസ് ടു റിമൂവ് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ്. അപ്പോൾ ആ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് ഇവർക്ക് എത്ര കാലം വേണമെങ്കിലും വെള്ളം ഇല്ലാതെ ജീവിക്കാനുള്ളൊരു കഴിവ് ഇവർക്കുണ്ട്. കങ്കാരു റാറ്റ്, അഡാപ്റ്റേഷൻ ഇൻ ആനിമൽസ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്ലാന്റ് എടുത്ത് നോക്കണ്ടേ? ഒരു പ്ലാന്റ് എടുത്ത് നോക്കി അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ പഠിക്കണ്ടേ? വേണം. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ മരുഭൂമിയിൽ വളരുന്ന, അതല്ലെങ്കിൽ ജലാംശം കുറവ്, വാട്ടർ കണ്ടന്റ് കുറവുള്ള സ്ഥലത്ത് കാണുന്ന കാക്ടസ് ഗ്രൂപ്പിൽപ്പെട്ട പ്ലാന്റ്സിനോ നോക്കിയാലോ. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ ഒപ്പൻഷ്യ. അപ്പോൾ കള്ളിമുൾച്ചെടി എന്ന് വിളിക്കുന്ന ഒപ്പൻഷ്യയുടെ പെക്യുലാരിറ്റി നോക്ക്. പ്രസൻസ് ഓഫ് എ തിക്ക് ക്യൂട്ടിക്കിൾ ഓൺ ലീഫ് സർഫേസ്. അതിൻ്റെ ലീഫിന് ചുറ്റും നല്ല കട്ടിയുള്ള ക്യൂട്ടിൻ കൊണ്ടുണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ. ഓക്കെ, മറ്റൊരു കാര്യം നോക്ക്, അവർ സ്റ്റൊമാറ്റ ഇൻ ഡീപ്പ് പിറ്റ്സ് എന്ന് വെച്ചാൽ എപ്പിഡെമിസിലാണ് സാധാരണ സ്റ്റൊമാറ്റ, പക്ഷെ ഇവരുടെ സ്റ്റൊമാറ്റ എപ്പിഡെമിസിൻ്റെയും താഴെയായിട്ടാണ്. ടു മിനിമൈസ് വാട്ടർ ലോസ്. എപ്പം? ത്രൂ ട്രാൻസ്പിറേഷൻ. മറ്റൊരു പെക്യുലാരിറ്റി നോക്ക്, ഒരു സ്പെഷ്യൽ ഫോട്ടോസിന്തറ്റിക് പാത്വേ CAM, ക്രാസുലേസിയൻ ആസിഡ് മെറ്റബോളിക് പാത്വേ. അവരുടെ പ്രത്യേകത എന്താ? ആ
പെക്കുലാരിറ്റി ഉള്ളതുകൊണ്ട് സ്റ്റൊമാറ്റ ഡേ ടൈമിൽ അടഞ്ഞു കിടക്കും. അപ്പോൾ വാട്ടർ ലോസ് അത്രയും കുറഞ്ഞു. അതേപോലെ ഡെസേർട്ട് പ്ലാന്റായി ഒപ്പൻഷ്യയ്ക്ക് കാര്യമായി ലീഫില്ല. ലീവ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു സ്പൈൻസ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടത്താൻ ലീഫില്ല, പക്ഷെ ഫോട്ടോസിന്തസിസ് ഡൺ ബൈ സ്റ്റെം. അപ്പോൾ ഈ ഒരു പെക്കുലാരിറ്റിയാണ് നമ്മുടെ ഒപ്പൻഷ്യ കാണിക്കുന്നത് എന്നൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ ആണോ? ഈ ഒരു പെക്കുലാരിറ്റി നമ്മുടെ ഒപ്പൻഷ്യ കാണിക്കും. ഇസ് ഇറ്റ് ഓക്കെ? അപ്പോൾ ഡെസേർട്ട് പ്ലാന്റ്സിൽ കാണുന്ന ഈ ഒപ്പൻഷ്യയെക്കുറിച്ചും അതേപോലെ തന്നെ ഡെസേർട്ട് ആനിമൽ ആയിട്ടുള്ള കങ്കാരു റാറ്റിനെ കുറിച്ചും നമ്മൾ കാര്യമായി നോക്കി. ഇനി നേരത്തെ പറഞ്ഞതുപോലെ മോർഫോളജിക്കൽ അഡാപ്റ്റേഷൻ്റെ എക്സാമ്പിൾ നോക്കണം, ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ്റെയും ബിഹേവിയറൽ അഡാപ്റ്റേഷൻ്റെയും എക്സാമ്പിൾ നോക്കാം. സോ ഹിയർ കംസ് ദ മോർഫോളജിക്കൽ അഡാപ്റ്റേഷൻ. നിങ്ങൾ പോളാർ റീജിയൻസിൽ കാണുന്ന ആനിമൽസ്, അത് പോളാർ ബിയർ ആയിക്കോട്ടെ, പെൻഗ്വിൻ ആയിക്കോട്ടെ, ഇങ്ങനെ നല്ല തണുപ്പിൽ കാണുന്ന ഈ ആനിമൽസ്, സോ മാമൽസ് ഫ്രം കോൾഡർ ക്ലൈമറ്റ്സ്, ഒരു പെക്കുലാരിറ്റി ഉണ്ട്. എന്ത് പെക്കുലാരിറ്റി? അവർക്ക് ചെറിയ ചെവികളും കൈകാലുകളുമാണ്. എന്തിനു വേണ്ടി? ടു റെഡ്യൂസ് ഹീറ്റ് ലോസ്. അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന അവയവങ്ങൾ ചെറുതായി വരും. ഓക്കെ, ഇത് അലൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇതാദ്യമായി ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. സോ ഈ പോളാർ റീജിയൻസിൽ കാണുന്ന, തണുപ്പുള്ള സ്ഥലങ്ങളിൽ കാണുന്ന ഈ ഒരു ആനിമൽസിൻ്റെ പെക്കുലാരിറ്റി ഷോർട്ടർ ഇയേഴ്സ് ആൻഡ് ലിംബ്സ്. അപ്പോൾ അതൊരു മോർഫോളജിക്കൽ അഡാപ്റ്റേഷൻ അല്ലേ? അതേപോലത്തെ ഒരു മോർഫോളജിക്കൽ അഡാപ്റ്റേഷൻ കാണിക്കുന്നതാണ് സീൽ. അത്രയും കൊടും തണുപ്പുള്ള ഐസി ഏരിയയിൽ ഇവർക്ക് ഒരു പ്രോബ്ലം, ഒരു തണുപ്പും ഇവർക്ക് ഫീൽ ചെയ്യില്ല. വൈ? അതിൻ്റെ റീസൺ നോക്ക്. ഈ അക്വാട്ടിക് മാമലായിട്ടുള്ള സീലിന് ഒരു തിക്ക് ലെയർ ഓഫ് ഫാറ്റ് ഉണ്ട്, കൊഴുപ്പുണ്ട്. അത് വിളിക്കുന്ന പേരാണ് ബ്ലബ് ബിലോ ദ സ്കിന്നിൻ്റെ തൊട്ട് താഴെ. വിറ്റ് ആക്ട് ആസ് ആൻ ഇൻസുലേറ്റർ. കണ്ടോ, നല്ല കട്ടിയുള്ള ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. വിച്ച് റെഡ്യൂസസ് ദ ലോസ് ഓഫ് ബോഡി ഹീറ്റ്. അപ്പോൾ ഇവർക്ക് ഒരു കുപ്പായം പോലും ഇല്ലാതെ ഇവർക്ക് ഏത് കണ്ടീഷനും സർവൈവ് ചെയ്യാൻ പറ്റും ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബ്ലബ്. അപ്പോൾ അതൊരു മോർഫോളജിക്കൽ അഡാപ്റ്റേഷൻ തന്നെയല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ഒരു ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷനിലേക്ക് പോയല്ലോ. ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ് ആർക്കെ ബാക്ടീരിയ. ആർക്കെ ബാക്ടീരിയ ക്യാൻ സർവൈവ് ഇൻ എനി വേർം. അതായത് കൊടും ചൂടുള്ള സ്ഥലങ്ങളിലും കടലിൻ്റെ അടിത്തട്ടിലും അതേപോലെ തന്നെ ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്തും ബിലോ 100 ഡിഗ്രി, ഗ്രേറ്റർ ദാൻ 100 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കാരണം ഡിഫറൻസ് ഇൻ സെൽ വാൾ സ്ട്രക്ചർ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഇൻ സെൽ വാൾ സ്ട്രക്ചർ ദേ ആർ ഫിസിയോളജിക്കലി അഡാപ്റ്റഡ്. അതേപോലെ തന്നെ മെനി ഫിഷ് ത്രൈവ് ഇൻ അന്റാർട്ടിക് വാട്ടേഴ്സ്. അന്റാർട്ടിക്കയിൽ ഫുൾ 0 ഡിഗ്രീൻ്റെ താഴെയല്ലേ പോകുന്നത്, ഐസി ഏരിയ ആണ്. പക്ഷെ മത്സ്യങ്ങൾ എത്ര ഈസി ആയിട്ട് അതിൽ സഞ്ചരിക്കുന്നു നോക്ക്. അതിൻ്റെ കാരണം അവരുടെ ബ്ലഡ് അങ്ങനെ ഫ്രീസ് ആവുമൊന്നുമില്ല. ബൈ ദ പ്രോസസ് ഓഫ് കോൾഡ് ഹാർഡനിങ് അവരത് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, വീണ്ടും നമ്മൾ മറ്റൊരു എക്സാമ്പിൾ നോക്കേണ്ടത് ഹയർ ആൾട്ടിറ്റ്യൂഡ്സിലേക്ക് പോകുമ്പം, കുന്നിൻ്റെ മുകളിലോട്ട് പോകുമ്പം നമുക്കുണ്ടാവുന്ന മാറ്റങ്ങളാണ്. അതാണ് ആൾട്ടിറ്റ്യൂഡ് സിക്നസ്. അപ്പോൾ ഹയർ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പം, ഹയർ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഗ്രേറ്റർ ദാൻ 3500 മീറ്റർ മുകളിലോട്ട് പോകുമ്പം വി ഫീൽ ആൾട്ടിറ്റ്യൂഡ് സിക്നസ്. എന്താ ഇതിൻ്റെ പ്രത്യേകത നോക്ക്. ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പം, വളരെ ഹൈറ്റുള്ള ഏരിയാസിലേക്ക് കയറുമ്പം നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ തുടങ്ങും. അതിൻ്റെ സിംറ്റംസ് നോക്ക്. നൗസിയ, വൊമിറ്റിംഗ് ടെൻഡൻസി, ഹാർട്ട് പാൽപിറ്റേഷൻസ്, എന്താ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങും. മസ്കുലാർ ഫാറ്റിക്, മസിൽസ് കൊച്ചു പിടിക്കാൻ തുടങ്ങും. അതിൻ്റെയൊക്കെ റീസൺ എന്താ? അതിൻ്റെയൊക്കെ റീസൺ ദിസ് ഇസ് ഡ്യൂ ടു ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായതുകൊണ്ട്. ബോഡി ഡസ് നോട്ട് ഗെറ്റ് ഇനഫ് ഓക്സിജൻ. ഇതാണ് റീസൺ. അപ്പോൾ അവിടെ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ കുറയും, അതുകൊണ്ടുണ്ടാവുന്ന പ്രോബ്ലംസ്. അപ്പോൾ അടുത്ത പ്രോബ്ലം വന്നു, അവിടെ താമസിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താ? അവർക്കിങ്ങനെ മസ്കുലർ ഫാറ്റിക് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുമോ? നവർ. അവരുടെ ഈ ഹാർട്ട് പാൽപിറ്റേഷൻ സംഭവിക്കുമോ? നവർ. ദേ ആർ അഡാപ്റ്റഡ് ടു ദാറ്റ് സിറ്റുവേഷൻ. ഇപ്പോൾ കുന്നിൻ ചെരുവുകളിൽ അല്ലെങ്കിൽ കുന്നിൻ്റെ മുകളിലൊക്കെ കാണുന്ന താമസിക്കുന്നവരൊക്കെ അതിനോട് അഡാപ്റ്റഡായി. എങ്ങനെ അവർ അഡാപ്റ്റഡ് ആവും നോക്ക്. The body compensates low oxygen availability by increasing RBC. RBCയുടെ പ്രൊഡക്ഷൻ കൂട്ടും, ബ്രീത്തിങ് റേറ്റ് കൂട്ടും, ഡിക്രീസിങ് ദ ബൈൻഡിങ് കപ്പാസിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ. ഇപ്പോൾ ഹീമോഗ്ലോബിനോടുള്ള ആ ബൈൻഡിങ് കപ്പാസിറ്റി കൂടുന്നതുകൊണ്ടല്ലേ നമ്മൾ കിതയ്ക്കുക, അവരത് കുറയ്ക്കും. അപ്പോൾ അങ്ങനെ സ്ലോലി അവരതിനോട് അഡാപ്റ്റഡ് ആവും. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയോട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോയി.
ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ബിഹേവിയറൽ അഡാപ്റ്റേഷൻസ് ആണ്, സ്വഭാവത്തിൽ അഡാപ്റ്റേഷൻസ്. അതിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നമുക്ക് സ്നേക്ക്. ആ സ്നേക്കിൻ്റെ പ്രത്യേകത നോക്ക്, ബിഹേവിയറൽ അഡാപ്റ്റേഷൻ. അതേപോലെ തന്നെ ഡെസേർട്ട് ലിസാർഡ് നോക്ക്, നല്ല കൊടും വെയിലത്ത് നല്ല തണുപ്പാഞ്ചരിക്കുക, അവർ വെയിൽ കായാനായിട്ട് വരും. എന്നിട്ട് അബ്സോർബ് ഹീറ്റ് വെൻ ദ ബോഡി ടെമ്പറേച്ചർ ഇസ് ലോ. പക്ഷെ നല്ല ചൂടാവുമ്പോൾ എന്ത് സംഭവിക്കും? അവർ തണലത്തിലേക്ക് മാറും, തണലുള്ള അല്ലെങ്കിൽ മാളത്തിലേക്ക് പോകും. മൂവ് ഇൻ ടു ദ ഷെയ്ഡ് വെൻ ആംബിയൻ ടെമ്പറേച്ചർ, ചുറ്റുപാടുള്ള ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങുമ്പം മൂവ്സ് ടു ദ ഷെയ്ഡ്. അപ്പോൾ ഈ ഒരു ബിഹേവിയറൽ അഡാപ്റ്റേഷൻ സ്നേക്സ് അതേപോലെ തന്നെ ഡെസേർട്ട് ലിസാർഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വിവിധ തരത്തിലുള്ള അഡാപ്റ്റേഷൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരിക്കൽ കൂടി അഡാപ്റ്റേഷൻസിനെ കുറിച്ച് നോക്കാം. അഡാപ്റ്റേഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, മോർഫോളജിക്കൽ ആവാം, ഫിസിയോളജിക്കൽ ആവാം, ബിഹേവിയറൽ അഡാപ്റ്റേഷൻ ആവാം. കങ്കാരു റാറ്റിൻ്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ഡെസേർട്ട് പ്ലാന്റ് ഒപ്പൻഷ്യയുടെ പെക്യുലാരിറ്റി കണ്ടു. മോർഫോളജിക്കൽ അഡാപ്റ്റേഷൻ്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു. ഫിസിയോളജിക്കൽ ആയിട്ടുള്ള അഡാപ്റ്റേഷൻ്റെ എക്സാമ്പിൾ ആസ് വെൽ ആസ് ബിഹേവിയറൽ അഡാപ്റ്റേഷൻ. നമുക്ക് ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കിയാലോ? യഷ്വ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. അഡാപ്റ്റേഷൻ്റെ ഡെഫിനിഷനാണ് ചോദിക്കുന്നത്. നോക്ക്, അഡാപ്റ്റേഷൻ ഈസ് എനി ആട്രിബ്യൂട്ട് ഓഫ് ദ ഓർഗാനിസം that enables the organism to survive and reproduce in its habitat. ഇത് മോർഫോളജിക്കൽ ആണോ ഫിസിയോളജിക്കൽ ആണോ അതോ മൂന്നും കൂടി ഉണ്ടാവും? ഒരു കൺഫ്യൂഷനും വേണ്ട. മോർഫോളജിക്കലുണ്ട്, ഫിസിയോളജിക്കലുണ്ട്, ബിഹേവിയറൽ അഡാപ്റ്റേഷൻ ഉണ്ട്. സോ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. an important feature regarding CAM pathway in desert plants. ഇപ്പോൾ CAM പാത്വേയുടെ പെക്യുലാരിറ്റി നമുക്കറിയാം, ക്രാസുലേസിയൻ ആസിഡ് മെറ്റബോളിസം. ഇവർ ഉള്ളതുകൊണ്ട് എന്താ ചെയ്യുക? സ്റ്റൊമാറ്റ ഡേ ടൈമിൽ ക്ലോസ്ഡ് ആയിരിക്കില്ലേ, നൈറ്റ് ടൈമിലല്ലേ ഓപ്പൺ ആവുക, ടു റെഡ്യൂസ് ദ വാട്ടർ ലോസ്. അപ്പോൾ എനേബിൾസ് ദ സ്റ്റൊമാറ്റ ടു റിമെയിൻ ക്ലോസ് ഡ്യൂറിങ് ഡേ ടൈം. അപ്പോൾ സി അല്ലേ കറക്റ്റ് ആൻസർ? എക്സാക്ട്ലി. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് വാട്ടർ, കങ്കാരു റാറ്റ് ഇൻ നോർത്ത് അമേരിക്കൻ ഡെസേർട്ട് ഇസ് കേപ്പബിൾ ഓഫ് മീറ്റിംഗ് ഓൾ ഇറ്റ്സ് വാട്ടർ റിക്വയർമെൻറ്റ്സ് ത്രൂ. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ റിക്വയർമെൻ്റ് ഒക്കെ അവരെങ്ങനെ മീറ്റ് ചെയ്യും? ബൈ ഇൻറ്റേർണൽ ഫാറ്റ് ഓക്സിഡേഷൻ. കണ്ട, ഇൻറ്റേർണൽ ഫാറ്റ് ഓക്സിഡേഷൻ. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ അഡാപ്റ്റേഷൻ ഓഫ് ഒപ്പൻഷ്യ ഇസ് ദാറ്റ് ഇറ്റ് പെർഫോംസ് ഫോട്ടോസിന്തസിസ് ബൈ. ഒപ്പൻഷ്യയിൽ ഫോട്ടോസിന്തസിസ് നടത്തുന്നത് ഫ്ലവർ ആണോ, സ്റ്റെം ആണോ, റൂട്ടാണോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല. പക്ഷെ സ്റ്റെമ്മും ഷൂട്ടും കൊടുക്കുന്നുണ്ട്. സോ ദ റൈറ്റ് ചോയ്സ് ഗോസ് ടു സ്റ്റെം. വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ നോക്ക്. ഏത് റൂളാണ് സ്റ്റേറ്റ്സ് ദാറ്റ് മാമൽസ് ഫ്രം കോൾഡർ ക്ലൈമറ്റ്സ് generally have shorter ears and limbs to minimize heat loss? അപ്പോൾ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാമൽസ് ഫ്രം കോൾഡർ ക്ലൈമറ്റ്സ് എന്താണ് അവർ ചെയ്യുന്നത്? ചെറിയ കൈകാലുകളും ചെവികളുമായിരിക്കും. അപ്പോൾ റൈറ്റ് ആൻസർ ഗോസ് ടു അലൻസ് റൂൾ. ഫസ്റ്റ് വണ്ണിലെ കറക്റ്റ് ആൻസർ യെസ്. വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ബ്ലബർ ആക്ട് ആസ് ആൻ ഇൻസുലേറ്റർ ടു റെഡ്യൂസ് ലോസ് ഓഫ് ഹീറ്റിൻ. അപ്പം ബ്ലബർ ഉള്ളത് ആർക്കാന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. The right choice goes to number 2, zeal. വീണ്ടും നോക്കുക. ആൾട്ടിറ്റ്യൂഡ് സിക്നസ് occurs at high mountains. This sickness have symptoms like, ഏതൊക്കെ സിംറ്റംസാ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉള്ളവർക്ക്? നൗസിയ, മസ്കുലർ ഫാറ്റിക്, ഹാർട്ട് പാൽപിറ്റേഷൻ. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് അല്ലേ? ഇതെല്ലാം കറക്റ്റ് അല്ലേ? യെസ്. വീണ്ടും നോക്കുക. at high altitude we feel sick and nausea. ദ റീസൺ ഫോർ ദിസ് സിക്നസ് ഏതാന്ന് ചോദിച്ചാൽ അതൊരു കൺഫ്യൂഷൻ നമുക്കില്ലല്ലോ. അത് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് അല്ലേ? അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് സിക്നസ്സിൽ ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലേ? അതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത്? എക്സാക്ട്ലി. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. ബോഡി കോമ്പൻസേറ്റ്സ് ഫോർ ലോ ഓക്സിജൻ അവൈലബിലിറ്റി അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഡ്യൂ ടു ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ബൈ. എങ്ങനെയാണ് ബോഡി ലോ ഓക്സിജൻ അവൈലബിലിറ്റി കോമ്പൻസേറ്റ് ചെയ്യുന്നത്? RBC കൂട്ടും, അതേപോലെ ഡിക്രീസിങ് ബൈൻഡിങ് എഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ, ഇൻക്രീസിങ് ബ്രീത്തിങ് റേറ്റ്. സോ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇതെല്ലാം ശരിയല്ലേ? ഇതെല്ലാം ശരിയല്ലേ? ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഡെസേർട്ട് ലിസാർഡ് അതേപോലെ തന്നെ സ്നേക്കും ബാസ്ക് ഇൻ ദ സൺ കണ്ടോ? അതേപോലെ തന്നെ മൂവ് ഇൻ ടു ദ ഷെയ്ഡ്. ഓക്കെ, ടു കീപ് ദ ബോഡി ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്.
ഇത് എന്ത് അഡാപ്റ്റേഷൻ എന്നാണ് ചോദിക്കുന്നത്. നല്ല ചൂടാവുമ്പം മാളത്തിൽ ഒളിച്ചിരിക്കും, നല്ല തണുപ്പാവുമ്പം പുറത്തേക്ക് വന്ന് ചൂട് കായും. ഈ അഡാപ്റ്റേഷന് നമ്മൾ കൊടുക്കുന്ന ടേം എന്താ? നത്തിങ് ബട്ട് ബിഹേവിയറൽ റെസ്പോൺസസ്, ബിഹേവിയറൽ അഡാപ്റ്റേഷൻ. ഇതല്ലേ കറക്റ്റ്? ഫിസിയോളജിക്കലും മോർഫോളജിക്കലും ആണോ? അല്ല, ദാറ്റ് ഈസ് ബിഹേവിയറൽ അഡാപ്റ്റേഷൻ. അപ്പോൾ അഡാപ്റ്റേഷനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. ഏതൊക്കെ ടൈപ്പ് അഡാപ്റ്റേഷൻസ് ഉണ്ടെന്നും എക്സാമ്പിൾസ് അടക്കം നിങ്ങൾക്ക് ഐഡിയ കിട്ടി. ഇനി ഇതിൽ നിന്നാണ് നീറ്റിലെ ഒരു ക്വസ്റ്റ്യൻ എങ്കിലോ യു വിൽ ഡെഫിനറ്റ്ലി ആൻസർ ഇറ്റ്. ഓക്കെ, സോ താങ്ക് യു. ഗംഭീരമായൊരു ടോപ്പിക്കായിരുന്നു അഡാപ്റ്റേഷൻ. അപ്പം ഇതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്യും. ഓക്കെ, സോ താങ്ക് യു, ബൈ.